ദേവപഞ്ചമി ഭാഗം 99. അവൾ ഫ്രഷായി കഴിഞ്ഞതും ആര്യൻ കൊണ്ടുവന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് അവൾ വാഷ്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും ആര്യൻ കുഞ്ഞിനെ കൊണ്ടുവന്ന് കുഞ്ഞിന്റെ ബെഡിൽ കിടത്തിയിരുന്നു. ഇനി ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം എന്ന് പറഞ്ഞ് ആര്യൻ വാഷ്റൂമിലേക്ക് കയറി. പഞ്ചമി കുഞ്ഞിന്റെ അടുത്തേക്ക് ചെന്നു. നീ അറിയുന്നുണ്ട് വാമേ, നിനക്ക് ഒരു അനിയനോ അനിയത്തിയോ വരുന്നുണ്ട്. അവൾ കുഞ്ഞിന്റെ കവളിൽ ചുംബിച്ചുകൊണ്ട് പതിയെ പറഞ്ഞു. ആ കുഞ്ഞിക്കൈ എടുത്ത് അവൾ അവളുടെ വയറിൽ വെച്ചു. കുറച്ചു നേരം അങ്ങനെ തന്നെ നിന്നു. അപ്പോഴേക്കും ആര്യൻ കുളി കഴിഞ്ഞ് ഇറങ്ങി വന്നു. അച്ചുവേട്ടാ, മോളോട് പറയാൻ ഓടി വന്നതാ ഞാൻ, പക്ഷെ അപ്പോഴേക്കും ഉറങ്ങി. അവൾ പറഞ്ഞു. അതിനെന്താ, നാളെ നമുക്ക് 2 പേർക്കും കൂടി പറയാം. അവൾക്ക് വേണ്ടി ഒരു അമ്മയാകാൻ തയ്യാറെടുത്ത ആളല്ലേ നീ, അപ്പൊ നീ തന്നെ പറഞ്ഞാ മതി. ആര്യൻ പറഞ്ഞുകൊണ്ട് കുഞ്ഞിന്റെ തലയിൽ ഒന്ന് തലോടി. നന്നായി പുതപ്പിച്ചു കൊടുത്തുകൊണ്ട് അവളെയും കൊണ്ട് ബെഡിനടുത്തേക്ക് നടന്നു. ആര്യൻ കിടക്കയിൽ അവളെ വളരെ സാവധാനം കിടത്തി. അവൻ ലൈറ്റ് ഓഫ് ചെയ്തു. മുറിയിൽ ഇരുട്ട്. പക്ഷേ അവരുടെ ഇടയിൽ ഒരു പുതിയ വെളിച്ചം, ഒരു ചെറിയ ജീവൻ, ഇനി ശ്വാസമെടുക്കാൻ പോകുന്ന ഒരു സ്വപ്നം. പഞ്ചമി കണ്ണുകൾ അടച്ചു. ആര്യന്റെ കൈ അപ്പോഴും അവളുടെ വയറുമേലായിരുന്നു. ക്ഷീണം കാരണം പഞ്ചമിയുടെ കണ്ണുകൾ അടഞ്ഞു വന്നു. അവൾ ഉറക്കത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നു. ആ രാത്രി അവൾ ഉറങ്ങുന്നതിന് മുമ്പ് പഞ്ചമിയുടെ വയറിനടുത്ത് വന്ന് പതിയെ പറഞ്ഞു, ഗുഡ് നൈറ്റ് കുഞ്ഞേ, അച്ഛൻ ഇവിടെയുണ്ട്. അത് കേട്ട് എന്നതുപോലെ പഞ്ചമിയുടെ അതരങ്ങളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. മുറിയിലെ ഇരുട്ട് പൂർണ്ണമായിരുന്നില്ല. ജനൽ പാളികളിലൂടെ ചന്ദ്രന്റെ പ്രകാശം അകത്തേക്ക് ഒഴുകി. ആ വെളിച്ചത്തിൽ പഞ്ചമിയുടെ മുഖം ശാന്തമായി മിന്നി നിന്നു. ആര്യന് ഉറങ്ങാനായില്ല. പഞ്ചമി ഈ വീട്ടിൽ വന്നതിൽ പിന്നെ തുടങ്ങിയ ശീലമാണ് ജനാല തുറന്നിട്ട് കിടക്കുന്നത്. അമ്പാട്ട് വീട്ടിൽ ചെന്നപ്പോൾ അവൾ അങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അവൾക്ക് അത് ഇഷ്ടമാണെന്ന്. അതുകൊണ്ട് തന്നെ കൂടുതലും മുറിയിൽ ഇപ്പോൾ AC ഇടാറില്ല. പുറത്തു നിന്നുള്ള കാറ്റും പൂർണ്ണചന്ദ്രന്റെ നിലാവെട്ടവും ഏറ്റാണ് ഇപ്പോൾ കിടക്കുന്നത്. അവന്റെ കൈ ഇപ്പോഴും അവളുടെ വയറിന്മേൽ. അവൻ കണ്ണുകൾ അടച്ചു, വീണ്ടും തുറന്നു. ഒരു ചെറു പുഞ്ചിരി അതരങ്ങളിൽ ഉണ്ടായിരുന്നു. സത്യമാണോ ഇത്? അവൻ പതിയെ ചിരിച്ചു. പഞ്ചമി കണ്ണുകൾ തുറന്നു. ഇനിയും വിശ്വാസം വരുന്നില്ലേ? അവൻ തല കുലുക്കി. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു, അവൻ പറഞ്ഞു. അവൾ അവന്റെ കൈ മുറുക്കി പിടിച്ചു. പുലർച്ചെ വെളിച്ചം പതുക്കെ മുറിയിലേക്ക് കടന്നു. പഞ്ചമി കണ്ണുകൾ തുറക്കുമ്പോൾ ആര്യൻ അവളെ നോക്കി കിടക്കുകയായിരുന്നു. അച്ചൂട്ടൻ ഉറങ്ങിയില്ലേ? അവൾ ചോദിച്ചു. ഉറങ്ങി, കുറച്ച്, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ അച്ഛനാകാൻ പോകുന്നതിന്റെ ആവേശത്തിലാണ്. സ്വാഭാവികം, അവൾ ചിരിച്ചു. ഇനി അച്ചുവേട്ടൻ ഓവർ പ്രൊട്ടക്റ്റീവ് ആകാൻ പോവുകയാണോ? തീർച്ചയായിട്ടും. അവൾ എഴുന്നേൽക്കാൻ പോയതും അവൻ അവളെ ബെഡിൽ നിന്നും എഴുന്നേൽപ്പിക്കുമ്പോൾ അവളുടെ കൈ പിടിച്ചു. സാവധാനം. അച്ചുവേട്ടാ. അവൾ കണ്ണുകൾ ചുരുക്കി അവനെ നോക്കി. ഇനി നിന്റെ ഓരോ കാര്യവും ഞാൻ ശ്രദ്ധിക്കും, അവൻ ഉറച്ചു പറഞ്ഞു. ഹാളിൽ എല്ലാവരും ഇതിനകം ഉണർന്നിരുന്നു. അമ്മ പൂജാമുറിയിൽ ദീപം തെളിച്ചു. അപ്പോഴാണ് പഞ്ചമി മോളെയും കൊണ്ട് അങ്ങോട്ട് ചെല്ലുന്നത്. അവൾ പൂജാമുറിയിൽ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചു. എന്റെ കുഞ്ഞുങ്ങൾക്കും അച്ചുവേട്ടനും ഒന്നും വരുത്തരുതേ, കാത്തുകൊള്ളണേ. അവരല്ലാതെ ആരും എനിക്കില്ല. ഒരു പോറൽ പോലും എന്റെ മോൾക്കും എന്റെ ഭർത്താവിനും ഞങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും വരുത്തരുതേ. അവൾ അവളുടെ വയറിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. എല്ലാവർക്കും നല്ലത് വരുത്തണമെന്നും അവൾ പ്രാർത്ഥിച്ചു. അപ്പോഴാണ് ആര്യൻ അവളുടെ പിന്നിൽ നിൽക്കുന്നത് അവൾ കാണുന്നത്. ആര്യൻ അവളുടെ തോളിൽ കൈവച്ചു. ആ നിമിഷം അവൾക്ക് ഒറ്റയ്ക്കല്ലെന്നും അവൾക്ക് ചുറ്റും ഒരു സംരക്ഷണ വലയമുണ്ട് എന്നും അവൾക്ക് വ്യക്തമായി. വീട്ടുകാർ അടുക്കളയിൽ തിരക്കിലായിരുന്നു. ആര്യൻ പഞ്ചമിയെ ബാൽക്കണിയിലേക്ക് കൊണ്ടുപോയി. താഴെ തോട്ടം, പക്ഷികളുടെ ശബ്ദം എല്ലാം കേട്ടുകൊണ്ട് പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു അവൾ. ദേവാ. ആര്യൻ അവളുടെ ചെവിയുടെ അടുത്തായി വന്ന് അവൻ പതിയെ വിളിച്ചു. ഇന്നലെ ആ വേദിയിൽ നിന്നപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്ത്? അവൾ ചോദിച്ചു. അതോ, ഞാൻ അച്ഛനാകാൻ പോകുന്നു എന്ന് ആ നോട്ടിൽ വായിച്ചു. എനിക്കുണ്ടായ ആ സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ വയ്യ. ഒരു കൊച്ചു മകനിൽ നിന്നും ഭർത്താവിൽ നിന്നും എല്ലാം മാറി മറ്റൊരു പദവിയിലേക്ക് അച്ഛൻ, എൻ്റെ ജീവന്റെ അംശം ഈ ഭൂമിയിൽ വരാൻ പോകുന്നു എന്നറിഞ്ഞുകൊണ്ടുള്ള ഒരു കുറിപ്പ്. അതിന് ഇന്നലെ എനിക്ക് കിട്ടിയ ആ ഒരു വലിയ ഡീലിനേക്കാളും വിലയുണ്ടായിരുന്നു. പലരുടെയും മുന്നിൽ എന്നെ നീയും നമ്മുടെ കുഞ്ഞും വീണ്ടും ഉയർത്തി കാണിച്ചു. ഞാൻ ഒരിക്കലും മറക്കാനാകാത്ത ഒരു ദിവസമാണ്
ഇന്നലെ നീ എനിക്ക് സമ്മാനിച്ചത്. എന്റെ ജീവിതത്തിന് അർത്ഥം എനിക്ക് കിട്ടി, അവൻ പറഞ്ഞു. അവളുടെ കണ്ണുകൾ നനഞ്ഞു. നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ വെറും പുലിക്കാട്ടിൽ ആര്യവീർ വീരേന്ദ്രനാഥ് എന്ന ബിസിനസ്സുകാരൻ മാത്രമായി പോയേനെ. പക്ഷെ ഇപ്പോ ഒത്തിരി ഒത്തിരി സന്തോഷം തോന്നുന്നു, ഒത്തിരി അഭിമാനം തോന്നുന്നു, ആര്യൻ പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. അച്ചുവേട്ടാ, നമ്മുടെ കുഞ്ഞ് പെൺകുട്ടിയാണെങ്കിൽ നിന്നെപ്പോലെ ഒരു കുഞ്ഞു മതി. ആണോ? ഇനി ആൺകുട്ടിയാണെങ്കിൽ എന്റെ അച്ചുവേട്ടനെ പോലെ പിടിവാശി ഉണ്ടാകരുത്, അവൾ പറഞ്ഞുകൊണ്ട് ചിരിച്ചു. അത് കേട്ടതും അവൻ കൃത്രിമ ദേഷ്യത്തോടെ അവളെ നോക്കി. ഞാൻ വെറുതെ പറഞ്ഞതാ, അച്ചുവേട്ടനെ പോലെ തന്നെ ഒരാൾ മതി എനിക്ക്. കാരണം ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ അച്ചുവേട്ടനെ പോലെ തന്നെ ഉള്ള ഒരു മോനായിരിക്കണം നമുക്ക്, അവൾ പറഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചിൽ ചാരി. അന്ന് മുഴുവനും ആര്യൻ പഞ്ചമിയുടെ കൂടെ തന്നെയായിരുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനും എല്ലാം അവൻ അവളുടെ കൂടെ തന്നെ ഉണ്ടായി. ഉച്ചയ്ക്ക് കുറച്ചുനേരം ഉറങ്ങാനായി റൂമിലേക്ക് പോയ പഞ്ചമി അവന്റെ നെഞ്ചിൽ തല ചായച്ചു കിടന്നു. അച്ചുവേട്ടാ, എനിക്ക് ചില പേടിയുണ്ട്. എന്തിന്? നമ്മുടെ സന്തോഷം ആരെങ്കിലും കണ്ടിട്ട് പോകുമോ എന്ന്. അവൻ മൗനമായി. അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നു അവളുടെ ഉള്ളിലെ ഭയം. പക്ഷെ അവൻ അവളുടെ താടി ഉയർത്തി. എന്ത് വന്നാലും ഈ എൻ്റെ ജീവൻ ഉള്ളിടത്തോളം കാലം നിനക്കും എൻ്റെ മക്കൾക്കും ഒന്നും സംഭവിക്കില്ല. എപ്പോഴും ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കും, നീ പിന്നിലും, നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊപ്പം. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഒരു വാഗ്ദാനമായിരുന്നു അത്, ജീവൻ വെച്ച് ആര്യൻ കൊടുത്ത ഒരു ഉറപ്പ്. അവൻ അവളുടെ കയ്യിൽ പിടിച്ചു, തൻ്റെ നെഞ്ചിൽമേൽ വെച്ചു. ദേവാ, ഇവിടെ നിന്റെ പേരാണ് ഇടിക്കുന്നതെന്ന് നിനക്കറിയോ? അത് കേട്ട് അവൾ പുഞ്ചിരിച്ചു. പുറത്ത് മഴ പെയ്യാൻ തുടങ്ങി. ആ മഴയുടെ ശബ്ദത്തിൽ പുതിയ ജീവിതത്തിന്റെ താളം പോലെ ഒരു പ്രതീക്ഷ, പുതിയ പ്രതീക്ഷ. ശ്രേയയുടെ ചികിത്സയ്ക്കായി ശ്രേയയുടെ അമ്മയും അച്ഛനും അവർ നഗരത്തിന് പുറത്തുള്ള ഒരു ശാന്തമായ ഹിൽ സ്റ്റേഷൻ ആശുപത്രിയിലായിരുന്നു. ശ്രാവണിന്റെ വിവാഹം നീട്ടിവെച്ചു. അതേ തുടർന്ന് ആളുകളുടെ ചോദ്യം വന്നപ്പോൾ ശ്രാവൺ കുറച്ചുനാൾ മാറി നിൽക്കാനായി ഓഫീസ് ജോലികളിൽ നിന്നും വിട്ടുമാറി ഇവിടെ ഇവരുടെ കൂടെ നിൽക്കുകയാണ്. കേസെല്ലാം എങ്ങനെയൊക്കെയോ മന്ത്രി ബാഹുലേയന്റെ കഴിവുകൊണ്ട് ഇല്ലാതാക്കി. ശ്രേയയെ ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നതാണ്. ആശുപത്രി മുറിയുടെ ബെഡിൽ ശ്രാവണിന്റെ അമ്മ ഇരുന്നിരുന്നു. കയ്യിലെ ഫോണിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ശ്രേയയെ അകത്ത് ചികിത്സയ്ക്കായി കൊണ്ടുപോയിരുന്നു. ശ്രാവണും അച്ഛനോടൊപ്പം ഡോക്ടറുമായി സംസാരിക്കാൻ പോയിരുന്നു. ആ സമയത്താണ് ഫോൺ മുഴങ്ങിയത്. സ്ക്രീനിൽ പേര് തെളിഞ്ഞു, അരുന്ധതി. ശ്രാവണിന്റെ അമ്മയുടെ മനസ്സിൽ ഒരു ചെറിയ ഉത്കണ്ഠ. ഇപ്പോ എന്താണാവോ പുതിയ വാർത്ത? അവർ ഫോൺ എടുത്തു. ഹലോ, അരുന്ധതി. അവിടെയുള്ള ശബ്ദം ആവേശവും അതിശയവും കലർന്നത് ആയിരുന്നു. ആന്റി, ഒരു കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത്. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വെപ്രാളത്തോടെ ശ്രേയയുടെ അമ്മ ചോദിച്ചു. അപ്പോൾ ആന്റി അറിഞ്ഞില്ലേ? എന്താ മോളെ, കാര്യം പറയേ. പഞ്ചമി പ്രഗ്നന്റ് ആണ്. ആ വാക്കുകൾ ചെവിയിൽ തങ്ങി നിന്നു. ശ്രാവണിന്റെ അമ്മയ്ക്ക് ഒരു നിമിഷം ഒന്നും പറയാനായില്ല. എന്ത്? അവൾ വീണ്ടും ചോദിച്ചു. അതെ ആന്റി, ഇന്നലെ തന്നെ എല്ലാവരുടെയും മുന്നിൽ അറിയിച്ചിരിക്കുന്നു. ആര്യൻ വളരെ സന്തോഷത്തിലാണ്. അത് കേട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന ഫോൺ പെട്ടെന്ന് തെന്നി വീഴുന്നത് പോലെ വിറച്ചു. കണ്ണുകൾ വലുതായി. നെഞ്ചിനുള്ളിൽ ഒരു കുത്തേറ്റതുപോലെ വേദന. അവളും ആര്യനും വീട്ടിലുള്ള എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. അരുന്ധതിയുടെ വാക്കുകൾ പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ അവൾ ഫോൺ വിച്ഛേദിച്ചു. ആ മുഖം, അത് ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരുന്നു. ഞങ്ങൾ ഇത്രയും വലിയ സങ്കടത്തിൽ നിൽക്കുമ്പോൾ അവർക്ക് സന്തോഷമോ? അവളുടെ കണ്ണുകളിൽ തീ കത്തുകയായിരുന്നു. അവളുടെ മനസ്സിൽ ഒരു വാക്ക് വീണ്ടും വീണ്ടും മുഴങ്ങി. ആര്യൻ എൻ്റെ മകളെ ഈ അവസ്ഥയിൽ എത്തിച്ചത് അവനാണ്, അവൻ തന്നെ. അതില് സംശയമൊന്നുമില്ല. അവളും ഒരിക്കൽ പറഞ്ഞിരുന്നു. എന്നിട്ട് അവൻ ആഘോഷിക്കുകയാണോ? ആശുപത്രി റൂമിനുള്ളിൽ അവരുടെ ശ്വാസം തന്നെ കടുപ്പമായി. പഞ്ചമിയുടെ മുഖം അവരുടെ മനസ്സിൽ തെളിഞ്ഞു. ഞങ്ങളുടെ സന്തോഷം തല്ലിക്കെടുത്തിട്ട് അവർക്ക് പുതിയൊരു ജീവിതം. അവരുടെ അതരങ്ങൾ വിറച്ചു. അപ്പോഴാണ് ഡോക്ടറുമായി സംസാരിച്ച് പുറത്തിറങ്ങിയ ശ്രാവൺ അവരുടെ മുന്നിലേക്ക് എത്തിയത്. അമ്മ, ഡോക്ടർ പറഞ്ഞു. അവൻ വാക്ക് പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ അവൾ പൊട്ടിത്തെറിച്ചു. ശ്രാവണേ, എന്നെ അരുന്ധതി വിളിച്ചിരുന്നു. പിന്നീട് അരുന്ധതി പറഞ്ഞ കാര്യങ്ങൾ അവനോട് പറഞ്ഞു. അവൻ ഞെട്ടി. ആർക്ക് കുഞ്ഞുണ്ടാകാൻ പോകുന്നു? വിശ്വസിക്കാൻ പറ്റാത്തതുപോലെ അവൻ ചോദിച്ചു.
ആര്യനും പഞ്ചമിക്കും അവൾ പ്രഗ്നന്റ് ആണെന്ന് ഇന്നലെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞുവെന്ന് അരുന്ധതി ഇപ്പോൾ വിളിച്ചു പറഞ്ഞു. ഒരു നിമിഷം ശ്രാവണിന്റെ മുഖം വിവരണമായി മാറി. കണ്ണുകൾ ചുവന്നു തുടങ്ങി. കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ചു. അവൻ ആര്യൻ. അവന്റെ ശബ്ദം മുറുകി. നമ്മുടെ വീട്ടില് ഈ അവസ്ഥയ്ക്ക് കാരണം അവനാണ്. അവന്റെ മനസ്സില് ശ്രേയയുടെ അസുഖബാധിതമായ മുഖം തെളിഞ്ഞു. അവളുടെ കരച്ചിലും അവളുടെ നിസ്സഹായതയും തന്റെ വിവാഹം നീട്ടിവെച്ചതും എല്ലാം ഓർമ്മ വന്നതും അവനെ ദേഷ്യം സഹിക്കാൻ പറ്റാതെയായി. നമ്മുടെ എല്ലാ സന്തോഷവും തകർത്തിട്ട് ഇപ്പോൾ അവൻ ആഘോഷിക്കുകയാണോ? ശ്രാവൺ പല്ലുകൾ കടിച്ചു. അവന്റെ അമ്മയുടെ കണ്ണുകളിൽ കണ്ണുനീരും ദേഷ്യവും ഒരുമിച്ച് വന്നു. ആശുപത്രിയുടെ ഇടനാഴിയിൽ നിൽക്കുന്ന അവർ രണ്ടുപേരുടെയും ഇടയിൽ ഒരു ഭാരം നിറഞ്ഞ മൗനം. ശ്രാവണിന്റെ ഉള്ളിൽ ഒരു തീ കത്തുകയായിരുന്നു. അത് വേദനയുടെയും അപമാനത്തിന്റെയും തീയായിരുന്നു. അമ്മ, എനിക്കിതൊന്നും സഹിക്കുന്നില്ല. അവൻ പറഞ്ഞത് ശാന്തമായിരുന്നെങ്കിലും അതിലടങ്ങിയിരിക്കുന്ന കോപം തീക്ഷണമായിരുന്നു. അമ്മ അവന്റെ കൈ പിടിച്ചു. എന്റെ മകളുടെ ജീവിതം ഇങ്ങനെയാക്കി. നിന്റെ വിവാഹം അവൻ കാരണം നീട്ടിവെച്ചു. അത് നടക്കുമോ ഇല്ലയോ എന്ന് അറിയില്ല. അപ്പോൾ അവൻ സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ നോക്കി നിൽക്കില്ല. അവരുടെ മനസ്സുകളിൽ ഇരുണ്ട മേഘങ്ങൾ കൊണ്ട് മൂടപ്പെട്ടു. ഈ സന്തോഷം എളുപ്പത്തിൽ അവർക്ക് ലഭിക്കില്ല. അവരുടെ കണ്ണുകളിൽ തെളിഞ്ഞത് വെറുമൊരു ദേഷ്യമല്ല, ഒരു അമ്മയുടെ മുറിവേറ്റ അഭിമാനം. ആശുപത്രിയുടെ ശാന്തതയ്ക്കുള്ളിൽ ഒരു പുതിയ കൊടുങ്കാറ്റ് പിറക്കുകയായിരുന്നു. അതേസമയം ദൂരെയുള്ള പുലിക്കാട്ടിൽ വീട്ടിൽ ആര്യനും പഞ്ചമിയും പുതിയ ജീവിതത്തിന്റെ സ്വപ്നങ്ങളിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു. ദിവസങ്ങൾ കടന്നു. പുലിക്കാട്ടിൽ വീട്ടിൽ മാറ്റങ്ങൾ വ്യക്തമായിരുന്നു. ആര്യന്റെ അമ്മയും ചെറിയമ്മമാരും മുത്തശ്ശിയും പറയുന്നത് പ്രകാരം രാവിലെ തന്നെ പഞ്ചമിക്ക് പ്രത്യേക ഭക്ഷണം ഒരുക്കും. വരദ അവളെ കോളേജിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. ആകാശ് തമാശയായി പറയും, എന്റെ പെങ്ങൾക്ക് ആ വീട്ടിൽ VIP ട്രീറ്റ്മെന്റ് ആണെന്ന് കേട്ടു. പക്ഷെ ആ സന്തോഷത്തിനിടയിലും ആര്യന്റെ ശ്രദ്ധ കൂടുതൽ ആയിരുന്നു. ഓഫീസിൽ ഓരോ മീറ്റിംഗും വേഗത്തിൽ തീർക്കും. ഉച്ചയ്ക്ക് സമയം കിട്ടുമ്പോൾ വീട്ടിലെത്തും. നീ ഓക്കെയാണോ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് അവൻ ദിവസത്തിൽ 10 പ്രാവശ്യമെങ്കിലും കോളേജിൽ പോയിരിക്കുന്ന അവളെ വിളിച്ച് ചോദിക്കും. പിന്നെ അനന്യയ്ക്കും നക്ഷത്രയ്ക്കും വരദയ്ക്കും എല്ലാം പ്രത്യേകം നിർദ്ദേശങ്ങൾ കൊടുക്കും. ഇതെല്ലാം കേട്ട് പഞ്ചമി ചിരിച്ചു. ഇത്രയും കെയർ എടുത്താൽ എനിക്ക് വീണ്ടും വീണ്ടും ഒരുപാട് കുഞ്ഞുങ്ങൾ വേണമെന്ന് തോന്നും എന്റെ ഭർത്താവേ. എനിക്കും അതാണ് വേണ്ടത്, അവൻ മറുപടി പറയും. കോളേജ് വിട്ട് വീട്ടിൽ വന്ന പഞ്ചമി കുഞ്ഞിനെയും കൊണ്ട് ഗാർഡനിൽ നടക്കുകയായിരുന്നു. അവളോട് കുറച്ചു നേരം നടക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നും. അതുകൊണ്ട് തന്നെ അവൾ നടക്കും, കൂടെ കുഞ്ഞിനെയും എടുത്തുകൊണ്ടാണ്. അത് എന്നും ഒരു കാഴ്ചയാണ് ഇപ്പോൾ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഗേറ്റിന് സമീപം ഒരു കറുത്ത കാറ് നിർത്തിയിട്ടിരിക്കുന്നത് അവൾ കണ്ടു. അവൾ കണ്ണുകൾ വിടർത്തി അത് നോക്കി. കാറ് പതുക്കെ നീങ്ങി. അന്ന് ഗാർഡനിൽ അവൾ നടക്കുമ്പോൾ വീഡിയോ കോൺഫറൻസിൽ ഗാർഡനിലെ ഊഞ്ഞാലിൽ ഇരുന്ന് ആര്യൻ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അച്ചുവേട്ടാ, അവൾ ആര്യൻ ഇരിക്കുന്ന ഭാഗത്തേക്ക് നോക്കി വിളിച്ചു. പെട്ടെന്ന് അവളുടെ വിളി കേട്ടതും അവൻ ഓടി വന്നു. എന്താ അച്ചുവേട്ടാ, ഒരു കാറ്. ആ കാറിൽ ഇരുന്ന് ആരോ നോക്കുന്നത് പോലെ എനിക്ക് തോന്നി. ആര്യൻ അവൾ പറഞ്ഞ ഗേറ്റിന്റെ അടുത്ത് വന്ന് നോക്കി. വലിയ ഗേറ്റിന് മുന്നിൽ സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട്. പക്ഷേ ഇത് ചെറിയ ഗേറ്റിനടുത്താണ്. അവിടെ കാറൊന്നുമില്ല. അവൻ അവളെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. പേടിക്കണ്ട, അവൻ അവളെ ആശ്വസിപ്പിച്ചു. പക്ഷെ അവന്റെ മനസ്സിൽ ഒരു സംശയം മുളച്ചു. അതേസമയം ബ്രഹ്മദത്തൻ തന്റെ ഓഫീസിലിരുന്ന് മേശപ്പുറത്ത് ചില ഫയലുകൾ, ആര്യന്റെ പുതിയ ബിസിനസ് ഡീലുകളുടെ വിവരങ്ങൾ. ഇനി അവന്റെ ശ്രദ്ധ മുഴുവനും അവന്റെ കുടുംബത്തിലായിരിക്കും, അവളിലായിരിക്കും. അതുകൊണ്ട് എളുപ്പം ബിസിനസ്സിൽ അവനെ പരാജയപ്പെടുത്താൻ പറ്റും, അവൻ സ്വയം പറഞ്ഞു. മഹാശ്വേത അവന്റെ ഓഫീസ് ക്യാബിനിലേക്ക് വന്നു. അവന്റെ കുടുംബം, അവൾ പതിയെ പറഞ്ഞു. ബ്രഹ്മദത്തൻ തല ഉയർത്തി നോക്കി. പക്ഷേ അവൻ എത്ര സന്തോഷത്തിലാണെന്ന് നിനക്കറിയോ ബ്രഹ്മദത്ത? അത് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. മഹാശ്വേതയുടെ ശബ്ദം കനത്തു. അപ്പോൾ കാത്തിരിക്ക്, ബ്രഹ്മദത്തൻ ശാന്തമായി പറഞ്ഞു. അതെ, ഞാൻ കാത്തിരിക്കുകയാണ്. സമയം തന്നെയാണ് ഏറ്റവും വലിയ ആയുധം. അവളും അവളുടെ വയറ്റിൽ വളരുന്ന ആ കുഞ്ഞും നഷ്ടപ്പെട്ടാൽ പൂർണ്ണമായിട്ടും ആര്യവീർ തകരും. പിന്നീട് ഒരു തിരിച്ചുവരവ് അവൻ ഒരിക്കലും ഉണ്ടാകില്ല. അതുകൊണ്ട് അവൻ അവന്റെ ആ കുഞ്ഞിനെ സ്നേഹിക്കട്ടെ, സന്തോഷിക്കട്ടെ, ആഘോഷിക്കട്ടെ. അവൻ സന്തോഷത്തിലും ആഘോഷത്തിലും മതിമറന്ന് നിൽക്കുമ്പോൾ അവന് എന്നെ വേദനിപ്പിച്ചതിനുള്ള ശിക്ഷ ഞാൻ കൊടുക്കും. അതും അവളെ ഇല്ലാതാക്കിക്കൊണ്ട്, അവളിലൂടെ ആ കുഞ്ഞിനെയും. കത്തുന്ന പകയോടെ പറയുന്ന മഹാശ്വേതയെ ബ്രഹ്മദത്തൻ നോക്കി നിന്നു.
ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ദൃശ്യം 2024 വ്ളോഗിൽ നീയൻ ജീവനിൽ എന്ന സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അപ്പോൾ സ്റ്റോറികളെല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.